ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3 അധ്യായങ്ങൾ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ തീർത്തു. 4-ാമത്തെ അധ്യായം നാം ഇന്ന് ആരംഭിക്കുകയാണ്. ഇവിടെ 1-ാമത്തെ വാക്യം, അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൻ പ്രിയമുള്ളവരെ. പൗലോസ് അപ്പോസ്തലൻ ഈ വാക്കുകൾ എഴുതുമ്പോൾ തൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് നമ്മുടെ ഭാവനയിൽ ഒന്ന് ചിന്തിച്ചാൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുക? എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ. അത് വാക്യം അവസാനിപ്പിക്കുന്നത് വീണ്ടും പ്രിയമുള്ളവരെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രിയര് എന്ന് പറയുമ്പോൾ അത് സാധാരണ ഒരു സ്നേഹിതരെ എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രിയര് സ്നേഹിതര് എന്ന് പറഞ്ഞാൽ അത് തമ്മിൽ വ്യത്യാസമുണ്ട്. സഹോദരന്മാരാണ്, സഹോദരന്മാരെ എന്ന് വിളിക്കുന്നുണ്ട്. എന്നാൽ ആ സഹോദരന്മാരോടുള്ള പൗലോസ് അപ്പോസ്തലന്റെ മനോഭാവം എന്ന് പറയുന്നത് പ്രിയര്. അതിന് ഇംഗ്ലീഷിൽ ഡിയർലി ബിലോവഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തീവ്രമായി സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ പ്രിയമായി സ്നേഹിക്കുന്ന എന്നുള്ളതിനപ്പുറമുള്ള ഒരു വികാരമാണ് ഫിലിപ്പിയിലെ ഉണ്ടായിരുന്നത്. എത്രയോ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള കാഴ്ചപ്പാടാണ്, അല്ലെങ്കിൽ മനോഭാവമാണ് സഹവിശ്വാസികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ തൻ്റെ വിചാരണയിലുള്ള ആട്ടിൻകൂട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അങ്ങനെയുള്ള വിശ്വാസികളെ സംബന്ധിച്ച് ഉള്ളതായ മനോഭാവം. യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് വിശ്വാസികൾക്ക് എല്ലാവർക്കും അന്യോന്യം വേണ്ടതായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ താല്പര്യം എന്ന് പറയുന്നത്. അങ്ങനെ ഉള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് സഹവിശ്വാസികളെ കുറിച്ച് ഉണ്ടോ എന്നുള്ളത് നമ്മെ പരിശോധിക്കേണ്ടതായ ഒരു വിഷയമാണ്. സഹവിശ്വാസികളെ, അപ്പം സഭയിൽ ഉള്ള വിശ്വാസികൾ മാത്രമല്ല, മറിച്ച് മറ്റ് സ്ഥലങ്ങളിലുള്ളതും നമുക്ക് അറിവും പരിചയവും ഉള്ളതായ ശരിയായിട്ടുള്ള ദൈവഭക്തരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് നമുക്ക് ഈ ഒരു മനോഭാവം ആവശ്യമാണ്. അവര് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലന് ഒരുപക്ഷെ നമുക്ക് അറിയാം, പൗലോസ് അപ്പോസ്തലന് തൻ്റെ സ്വന്തം കുടുംബത്തെക്കുറിച്ചൊന്നും നാം വായിക്കുന്നില്ല. താൻ കുടുംബമില്ലാതെ ജീവിച്ചയാളാണ്. എന്നാൽ തനിക്ക് ബന്ധുക്കളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ അവരെ സംബന്ധിച്ചൊന്നും യഥാർത്ഥത്തിൽ ലേഖനങ്ങളിലോ തൻ്റെ എഴുത്തുകളിലോ ഒന്നും നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. വിശ്വാസികളെയാണ് തൻ്റെ രക്തബന്ധത്തിലുള്ള ആളുകളെക്കാൾ ഏറെ പൗലോസ് അപ്പോസ്തലൻ സ്നേഹിക്കുകയും ഒക്കെ ചെയ്തത്, പ്രിയപ്പെടുകയും ഒക്കെ ചെയ്തത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് രക്തബന്ധത്തെക്കാൾ അധികമായി ഇങ്ങനെ ദൈവമക്കളെ സ്നേഹിക്കുന്നതായ ഒരു മനോഭാവം പൗലോസ് അപ്പോസ്തലനിൽ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, നിലനിൽക്കുന്ന ബന്ധം എന്ന് പറയുന്നത് ക്രിസ്തുയേശുവിലുള്ള ബന്ധം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. നമുക്ക് നമ്മളുടെ കുടുംബം, ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാപിതാക്കന്മാർ, അങ്ങനെയുള്ള ആ കുടുംബത്തോട് നമുക്ക് താല്പര്യമുണ്ട്. എന്നാൽ ഈ കുടുംബ ബന്ധങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അതെല്ലാം മാറിപ്പോകും, എല്ലാവരും പിരിഞ്ഞു പോകും. ഈ ലോകത്തിൽ തന്നെ മരണത്താൽ പിരിയുന്നത് മാത്രമല്ല, മറിച്ച് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ അന്യോന്യം വേണ്ട എന്ന് വയ്ക്കുന്നതും തള്ളിക്കളയുന്നതുമായിട്ടുള്ള ധാരാളം സംഭവങ്ങൾ ഈ ബന്ധങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ക്രിസ്തുയേശുവിൽ സഹോദരന്മാരായിരിക്കുന്ന, ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട് ഒരപ്പൻ്റെ മക്കൾ എന്നുള്ളതായ ആ ബന്ധം, അത് വളരെ നിത്യമായ ഒരു ബന്ധമാണ്. അതിന് ഒരു കോട്ടം വരുന്നില്ല. ആ ബന്ധം
വീണ്ടും നിത്യതയിൽ തുടരുന്നതായിട്ടുള്ള ബന്ധമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പൗലോസ് അപ്പോസ്തലന് തൻ്റെ ഒരുപക്ഷെ ചാർച്ചക്കാരേക്കാൾ ഏറെ സ്നേഹിക്കുകയും പ്രിയപ്പെടുകയും ചെയ്യുന്നത് സഹവിശ്വാസികളാണ് എന്നുള്ള ഒരു താല്പര്യം അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയരും വാഞ്ചിതരും, അതായത് പൗലോസ് അപ്പോസ്തലൻ അവരെ കാണാനായിട്ടുള്ള വാഞ്ച, അതിതീവ്രമായിട്ടുള്ള ആഗ്രഹം, അതാണ് പൗലോസ് അപ്പോസ്തലന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത്. പ്രിയമുള്ളവരെ, നമ്മളിൽ ദൈവിക ജീവൻ വ്യാപരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് സഹവിശ്വാസികളെ സംബന്ധിച്ച് ഉള്ള നമ്മുടെ ഹൃദയത്തിലുള്ളതായിട്ടുള്ള താല്പര്യവും സ്നേഹവും എന്ന് പറയുന്നത്. എല്ലാവരിലും ഉള്ളതായ ആ ദൈവിക ജീവനും എല്ലാവരിലും വ്യാപരിക്കുന്നതായിട്ടുള്ള പരിശുദ്ധാത്മാവും ആ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ദൈവസ്നേഹവുമാണ് നമ്മെ നിയന്ത്രിക്കുന്നത് എങ്കിൽ സഹവിശ്വാസികളെ, സഹോദരങ്ങളെ സ്നേഹിക്കാനും കരുതാതിരിക്കാനും സ്നേഹിക്കാതിരിക്കാനും ഒരിക്കലും കഴിയുന്നതല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കേവലം നമ്മുടെ കുടുംബങ്ങളിലേക്ക് മാത്രം താല്പര്യപ്പെടുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ അർത്ഥം നാം അങ്ങനെ ആ ദൈവിക ജീവന്റെ സമൃദ്ധിയിൽ ജീവിക്കുന്നവരല്ല. ദൈവാത്മാവിനാൽ പകരപ്പെട്ടതായിട്ടുള്ള ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ അത് ഒരുപക്ഷെ അത്ര കാര്യമായിട്ടില്ല എന്ന് മാത്രവുമല്ല, നമ്മൾ സ്വസ്നേഹികളും സ്വാർത്ഥരുമായിട്ട് തീർന്നിരിക്കുന്നതായ അവസ്ഥയുണ്ടാകാം. അന്ത്യകാലത്ത് അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മെ തന്നെ സ്നേഹിക്കുക, നമ്മെയും നമുക്കുള്ളവരെയും നമുക്കുള്ളതിനെയും സ്നേഹിക്കുന്നതിനെയാണ് സ്വസ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലനിൽ ഉള്ളതായ ഈ ഒരു വാക്യം പൗലോസ് അപ്പോസ്തലൻ എഴുതുമ്പോൾ അതിൻ്റെ തുടക്കത്തിലും എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ എന്ന് പറഞ്ഞ് ആരംഭിച്ചിട്ട് അതേ വാക്യം അവസാനിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ ഹൃദയത്തിൽ ഈ ഫിലിപ്പിയിലെ സഭയെ സംബന്ധിക്കുന്നതായിട്ടുള്ള ആ ആർദ്രത, ആ സ്നേഹം, താല്പര്യം, അവരോടുള്ള അഫെക്ഷൻ, അത് എത്രയോ അധികമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശരി, പിന്നെ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയിലെ സഭയിലെ വിശ്വാസികളെ കുറിച്ച് പറയുന്നത് എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവരെ പ്രിയപ്പെട്ടവര്, വാഞ്ചിതര് എന്നൊക്കെ പറയുന്നത്? പൗലോസ് അപ്പോസ്തലന്റെ സന്തോഷം എന്ന് പറയുന്നത് വിശ്വാസികളായിരുന്നു. തൻ്റെ കൂടെയുള്ള വിശ്വാസികളായിരുന്നു പൗലോസ് അപ്പോസ്തലന്റെ സന്തോഷം. നമ്മുടെ സന്തോഷം എന്താണ്? നമ്മുടെ സന്തോഷം നമ്മളുമായിട്ട് കൂട്ടായ്മയുള്ള സഹോദരങ്ങളാണോ നമ്മളുടെ സന്തോഷം? അതെയോ നമുക്ക് സന്തോഷം നൽകുന്നത് ഈ ലോകത്തിലുള്ള മറ്റെന്തെങ്കിലുമാണോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഇങ്ങനെ ഒരു ആത്മബന്ധം ദൈവമക്കളുമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവർ നമ്മുടെ സന്തോഷവും ആയിരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മൾ സഭയിലെ അല്ലെങ്കിൽ നമ്മളുമായിട്ടുള്ള കൂട്ടായ്മയിലുള്ള ഇവിടെയും ദൂരത്തുമുള്ളതായിട്ടുള്ള ആളുകളെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകാറുണ്ടോ? അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും അവരെക്കുറിച്ചും ഒക്കെ ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഒരു ആത്മീകമായ കൂട്ടായ്മ നമുക്ക് അവരുമായിട്ടുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളൊരു പക്ഷേ അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ഓർക്കാറ് പോലും ഉണ്ടോ എന്നുള്ളത് ഒരു സംശയമാണ്. ഞായറാഴ്ച കണ്ട് മുട്ടിയതിന് ശേഷം പിന്നെ അടുത്ത ഞായറാഴ്ച മാത്രം കാണുമ്പോൾ മാത്രമേ അവരെക്കുറിച്ച് നമ്മുടെ സന്തോഷമായിരിക്കുന്നു എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയില്ല. നമ്മുടെ സന്തോഷം ആഴ്ചയിൽ 6 ദിവസവും നമ്മളുമായിട്ട് ചുറ്റപ്പറ്റി നമ്മളുടെ ചുറ്റുമുള്ളതായിട്ടുള്ള ചില കാര്യങ്ങളോ വ്യക്തികളോ മാത്രമാണെങ്കിൽ നാം ആ ഒരു ദൈവിക സഭയിൽ ആവശ്യമായിരിക്കുന്ന ആ കൂട്ടായ്മ ബന്ധത്തിലുള്ളവരല്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അങ്ങനെ ഉണ്ടെങ്കിൽ നാം അതിനെ സംബന്ധിച്ച് മാനസാന്തരപ്പെടേണ്ടതും യഥാസ്ഥാനപ്പെടേണ്ടതും ആവശ്യമാണ്. അവിടെ മാനസാന്തരം, യഥാസ്ഥാനം എന്ന് പറയുന്നത് ഞാനിനി എല്ലാവരെ കുറിച്ചും ചിന്തിക്കാൻ പോവുകയാണ്.
എന്നുള്ള നിലയിലൊന്നുമല്ല. ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്കും ദൈവസ്നേഹത്തിലേക്കും മാനസാന്തരപ്പെട്ട് നാം തിരികെ വരുമ്പോൾ നമ്മളിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്നതായിട്ടുള്ള കാര്യമാണ് മറ്റ് സഹവിശ്വാസികളെ സ്നേഹിക്കുവാനും കരുതുവാനുമുള്ള നമ്മുടെ മനോഭാവം എന്ന് പറയുന്നത്. അതങ്ങനെ അത് മാത്രമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയുകയില്ല. അതായത് ഇനി ഞാൻ ഇന്നു മുതൽ സഹോദരങ്ങളെയൊക്കെ സ്നേഹിക്കാൻ പോവുകയാണ് എന്ന് ഞാനങ്ങ് തീരുമാനിച്ചാൽ ആ സ്നേഹമൊന്നും അങ്ങനെ വരുന്നതല്ല. ആ സ്നേഹം ആ ഒരു യഥാസ്ഥാനത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ്. അതല്ലാതെ സ്നേഹിക്കാൻ നോക്കിയാലൊന്നും നടക്കുകയില്ല. കാരണം ആ സ്നേഹം എന്ന് പറയുന്നത് ദൈവം നമ്മിൽ പകരുന്നതായിട്ടുള്ള ഒരു ദൈവിക ഭാവമാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലം എന്നാണല്ലോ നാം ആ ഫലം എന്ന് പറയുന്ന ആ ലിസ്റ്റിലാണല്ലോ ആദ്യം തന്നെ സ്നേഹം വന്നിരിക്കുന്നത്. എൻ്റെ സന്തോഷം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് ഈ ലോകത്തിലുള്ള ഒന്നുമായിരിക്കരുത്. നമ്മുടെ സഹ വിശ്വാസികൾ സ്വർഗീയ പൗരന്മാരായിരിക്കുന്ന ആളുകൾ ആയിരിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ രണ്ടാമത് അവരെക്കുറിച്ച്, ഫിലിപ്പിയിലെ വിശ്വാസികളെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ചിന്തിക്കുമ്പോൾ അവരെക്കുറിച്ച് പറയുന്നത് കിരീടവുമായുള്ളവരെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ. അപ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ കണക്കെടുപ്പ് നടത്തുമ്പോൾ ആത്യന്തികമായിട്ട് പൗലോസ് അപ്പോസ്തലൻ അതിനെ കാണുന്നത് എത്രത്തോളം മനുഷ്യർക്ക് പൗലോസ് അപ്പോസ്തലൻ ആത്മീകമായി പ്രയോജനപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ മാത്രമാണ്. കിരീടം എന്ന് പറയുന്നത് നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിങ്കൽ നമുക്ക് ലഭിക്കുവാനിരിക്കുന്നതായ കാര്യമാണ് കിരീടം എന്ന് പറയുന്നത്. പലതരം കിരീടങ്ങളെക്കുറിച്ച് നാം വചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ സഹവിശ്വാസികൾ നമുക്ക് കിരീടമായി തീരുന്നത് എങ്ങനെയാണ്? അവരുടെ സന്തോഷത്തിൽ നാം പങ്കാളികളാകുകയും, അല്ലെങ്കിൽ അവർ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ സന്തോഷമാണ് എങ്കിൽ അവരുടെ ആത്മീകമായ അഭിവൃദ്ധിക്ക് വേണ്ടി നാം എന്തെങ്കിലുമൊക്കെയല്ല, നമുക്ക് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നാം ചെയ്യുമ്പോൾ അവർ നമുക്ക് നിത്യതയിൽ ഒരു കിരീടമായിരിക്കും. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവർ നമ്മുടെ സന്തോഷവും, നിത്യതയിൽ അവർ നമുക്ക് കിരീടവുമായിരിക്കും. നമുക്ക് ആത്മീയമായിട്ടുള്ള നന്മ നമുക്ക് നമ്മുടെ സഹവിശ്വാസികൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു താല്പര്യം നമ്മളിലുണ്ടോ എന്നുള്ളത് നാം ഏറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമാണ്. മറ്റുള്ളവരെ അവർ നമ്മുടെ കിരീടമായി തീരണമെങ്കിൽ നിത്യതയിൽ നിലനിൽക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ദൈവമക്കളുടെ ജീവിതത്തിൽ നാം ഇടപെടേണ്ടത് ആവശ്യമാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അതിനകത്ത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം അതിൽ വരുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് കിരീടമായിട്ട് തീരുവാൻ സാധ്യതയുള്ളത് നമ്മുടെ സഹവിശ്വാസികളാണ്. പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതാന്ത്യത്തിൽ സംതൃപ്തി നൽകുന്നതായിട്ടുള്ള കാര്യം, അങ്ങനെ ഈ പ്രായമൊക്കെയായ ആളുകൾ അവരുടെ മരണത്തോടടുക്കുമ്പോൾ പലരും പറയാറുണ്ട്, ഞാൻ നല്ല ഉത്തരവാദിത്വത്തോടു കൂടി ജീവിച്ചു, ഞാൻ എൻ്റെ മക്കളെയൊക്കെ പഠിപ്പിച്ചു, അവരെയൊക്കെ ഓരോ സ്ഥാനത്താക്കി, മക്കളെയും കണ്ടു, കൊച്ചുമക്കളെ കണ്ടു, അങ്ങനെ അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞു, അവരുടെ സന്തോഷമായിട്ടുള്ളൊരു ജീവിതമൊക്കെ ഞാൻ കണ്ടു, പിന്നെ അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷവാനാണ് എന്ന് പറയുന്നതായിട്ടുള്ള ധാരാളം ആളുകളെ നമുക്ക് ലോകത്ത് കാണുവാനായിട്ട് സാധിക്കും. അത് ക്രിസ്തീയ ലോകത്തും നമുക്കത് കാണാനായിട്ട് സാധിക്കും. എന്നാൽ പ്രിയമുള്ളവരെ, കിരീടമായിരിക്കുന്നത് അല്ലെങ്കിൽ നിത്യതയിലേക്ക് നമുക്ക് എന്തെങ്കിലും ഗുണകരമായിരിക്കുന്നത് നമ്മുടെ മക്കളെ വലിയവരാക്കിയത് കൊണ്ടോ കൊച്ചുമക്കളെയും അവരുടെ മക്കളെയും കണ്ടതുകൊണ്ടോ ഒന്നും അല്ല, മറിച്ച് ദൈവമക്കൾക്ക് നാം ഉത്സാഹവും ആശ്വാസവും അവരുടെ ആത്മീയ വളർച്ചയ്ക്കും ഒക്കെ ആയിത്തീർന്നു. അവരുടെ പ്രശ്നങ്ങളിൽ അവരെ ഉത്സാഹിപ്പിക്കുന്നു, അവരെ സ്നേഹിക്കുന്നു, അവരെ നാം കർത്താവിൻ്റെ വഴിയിൽ നടക്കുവാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതിൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ആശ്വസിക്കാനുണ്ടെങ്കിൽ, പ്രശംസിക്കാനുണ്ടെങ്കിൽ അത് മാത്രമേ നിത്യതയിലുള്ളൂ എന്നുള്ളത് നാം ഓർക്കണം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ താൻ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ഇരിക്കണമോ അതോ
ക്രിസ്തുവിനോ ഈ ലോകത്തിൽ ജീവിക്കണമോ എന്നുള്ളതായ ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ചിന്തിക്കുമ്പോൾ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ജീവനോടിരിക്കുമെന്നുള്ളതാണ്. അതായത് ഞാൻ ജീവനോടിരിക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ജീവനോടിരിക്കും. യഥാർത്ഥത്തിൽ അതാണ് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം അല്ലെങ്കിൽ താല്പര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിരീടം ആയിട്ട് നമ്മെ എതിരേൽക്കുവാൻ പ്രിയമുള്ളവരെ ആരെങ്കിലുമൊക്കെ വരുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. നമുക്ക് മനുഷ്യർക്ക് ഒരു അനുഗ്രഹമായി തീരുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? സഭയ്ക്ക് ഒരു അനുഗ്രഹമായി തീരുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? അതെയോ ഏതെങ്കിലും ഒരു കൂട്ടായ്മയുടെ ഒരു അംഗത്വം ഉള്ളതിൽ അല്ലെങ്കിൽ അതിൽ മാത്രം ഉള്ള താല്പര്യവും സന്തോഷവും മാത്രമേ നമുക്കുള്ളൂ? അത് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൻ. അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൻ എന്നാണ്. ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അത് നമുക്കറിയാം, അതിന് തൊട്ട് മുമ്പുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇങ്ങനെയാണ് കർത്താവിൽ നിലനിൽക്കേണ്ടത് എന്ന് പൗലോസ് അപ്പോസ്തലൻ ഈ വാക്യത്തിലൂടെ നമ്മളോട് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ, ഓടിച്ച് ഇതിനു മുമ്പ് പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ചാൽ, അവിടെ അവനിലിരിക്കണം, അല്ലെ? വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി ലഭിച്ച് അവനിൽ ഇരുന്നുകൊണ്ട് അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും കഷ്ടാനുഭവത്തിൻ്റെ കൂട്ടായ്മയും അനുഭവിച്ചറിഞ്ഞ് എല്ലാം ചപ്പ് ചവറ് എന്ന് എണ്ണി ഞാൻ പിടിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കാതെ പിമ്പിലുള്ളതിനെയൊക്കെ മറന്ന് മുമ്പിലുള്ളതിനായിട്ട് ആഞ്ഞുകൊണ്ട് ആ ബിരുദനായി, പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം. അങ്ങനെ ഉള്ള ഒരു ജീവിതം. അതുപോലെ തന്നെ സ്വർഗത്തിലെ പൗരന്മാരായിരിക്കുന്ന നാം കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവ് ആയിട്ട് വരും എന്നുള്ളതായ ആ പ്രത്യാശയോടെ ജീവിക്കുന്ന ജീവിതം. ഇങ്ങനെയാണ് ക്രിസ്തുവിൽ നിലനിൽക്കേണ്ടത്. ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ, പല കാര്യങ്ങളുണ്ട്, നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പഠിച്ചതാണ്. ക്രിസ്തുയേശുവിൽ വസിച്ചുകൊണ്ട് അതുപോലെ തന്നെ അവൻ്റെ മരണത്തോട് അനുഭവപ്പെട്ട് എല്ലാം ചപ്പ് ചവറ് എന്ന് എണ്ണി കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ രുചിച്ചറിഞ്ഞ് പിടിച്ചു എന്ന് നിരൂപിക്കാതെ പിടിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ലാക്കിലേക്ക് ഓടുന്നു. നടക്കുകയല്ല, കിടക്കുകയല്ല, ഇരിക്കുകയല്ല, ഓടുന്നു. അങ്ങനെ ഓടി കർത്താവിൻ്റെ വരവിനായിട്ട് കാത്തിരിക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൻ എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നാം കർത്താവിൽ നിലനിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇങ്ങനെയൊക്കെയാണോ നാം കർത്താവിൽ വസിക്കുന്നവരാണോ ഇരിക്കുന്നത്? കർത്താവിൻ്റെ മരണത്തോടുള്ള ഒരു മരണത്തോട് അനുരൂപപ്പെടുന്ന ഒരു മനോഭാവമാണോ നമുക്കുള്ളത്? ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ കൂട്ടായ്മയെ രുചിച്ചറിയുവാനായിട്ടുള്ള ഒരു താല്പര്യം നമുക്കുണ്ടോ? അതെയോ ആ ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ വിരോധികളായിട്ടാണോ, ശത്രുക്കളായിട്ടാണോ നാം ജീവിക്കുന്നത്? അതുപോലെ തന്നെ നമുക്ക് വീണ്ടും ചിന്തിക്കുവാനായിട്ടുള്ളത്, ഞാനെല്ലാം നേടി, ഇനി എനിക്കൊന്നും ചെയ്യേണ്ടതില്ല എന്നുള്ള മനോഭാവമാണോ? അതോ ഞാൻ നേടിയിട്ടില്ല, നേടാമോ എന്ന് വിചാരിച്ച് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്, എനിക്കൊരു ലക്ഷ്യമുണ്ട്, പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ആ ഓട്ടത്തിൽ ഞാനെല്ലാം എൻ്റെ ഈ ലോകത്തിലുള്ളതായ എന്നെ തന്നെയും എൻ്റെ ബന്ധങ്ങളെയും അതുപോലെ തന്നെ വസ്തുവകളെയും ഒക്കെ കർത്താവിനെ ഏൽപ്പിച്ചിട്ട് ആണോ ഞാൻ ഓടുന്നത്? അതൊക്കെ ചപ്പ ചവറ് എന്ന് എണ്ണി അതിനൊന്നും പ്രാധാന്യം കൊടുക്കാതെയുള്ള ഒരു ജീവിതമാണോ എൻ്റെ ജീവിതം? അതുപോലെ തന്നെ കർത്താവായ യേശു, സ്വർഗത്തിലെ പൗരനായിരിക്കുന്ന ഞാൻ, ഭൂമിയിലുള്ളത് ചിന്തിക്കാതെ കർത്താവായ യേശുക്രിസ്തു വരുന്നതും കർത്താവായ യേശുക്രിസ്തുവിനോട് എന്നെ അനുരൂപപ്പെടുന്നതും കാത്താണോ നാം ഇരിക്കുന്നത്? ഇങ്ങനെയാണ്
കർത്താവിൽ നിലനിൽക്കണം എന്ന് പറയുന്നത്. ഇവിടെ കർത്താവിൽ നിലനിൽപ്പിൻ, ആ നിലനിൽപ്പിൻ എന്നുള്ളതായ വാക്കിൻ്റെ അതിനെക്കുറിച്ച് ഞാൻ വായിച്ചത്, അതിൻ്റെ ഗ്രീക്ക് ഭാഷയിൽ ഒരു പടയാളി, ഒരു പട്ടാളക്കാരൻ താൻ യുദ്ധമുഖത്ത് നിൽക്കുന്നത് പോലെയുള്ള ഒരു നിൽപ്പിനെക്കുറിച്ച്, ആ യുദ്ധമുഖത്ത് നിൽക്കുന്നതായിട്ടുള്ള നിൽപ്പിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ്. അല്ലാതെ കേവലം നമ്മൾ എവിടെയെങ്കിലും നിൽക്കുക, ഇപ്പം നമ്മളിവിടെ വീട്ടിൽ നിൽക്കുന്നു, ആ വീട്ടിൽ നിൽക്കുന്നു എന്നുള്ളതിനുള്ള പദമല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മറിച്ച് ഒരു യുദ്ധമുഖത്ത് പട്ടാളക്കാരൻ നിൽക്കുന്ന നിൽപ്പിനെയാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ഞാൻ ഇതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെയാണ് നാം നിൽക്കേണ്ടത്. ഒരു പോരാളി, ഒരു പോരാട്ടം നടത്തുന്ന ഒരു പോരാളിയുടെ നിൽപ്പ്, അതായത് എല്ലാവിധ പ്രതികൂലങ്ങളും ഏത് സമയത്തും നാനാവിധമായ സാഹചര്യങ്ങളിലൂടെ വരുമ്പോൾ അതിനെയൊക്കെ എതിരിട്ട് ആ വിശ്വാസ ജീവിത യാത്ര പൂർത്തീകരിക്കുന്നതിന് വേണ്ടുന്നതായ ധൈര്യവും അതുപോലെ തന്നെ ദൈവത്തിലുള്ള ശക്തിയും ഒക്കെ പ്രാപിച്ചിട്ടുള്ള ഒരു നിൽപ്പാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൻ, കർത്താവിൽ വസിച്ചുകൊണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ വായിച്ചു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവിൽ നിലനിൽപ്പിൻ എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ശക്തിയോ സ്വന്തം പ്രാപ്തിയോ അല്ല, മറിച്ച് നാം കർത്താവിൽ നിലനിൽക്കുമ്പോൾ നമ്മുടെ ശക്തി എന്ന് പറയുന്നത് കർത്താവാണ് എന്നും നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ശക്തിയിലൊന്നും നമുക്ക് ഈ ഒരു വിശ്വാസ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതല്ല. നമ്മുടെ ശക്തിയിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് അഭിനയങ്ങളും കുറച്ച് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തുവാനായിട്ട് കഴിയും. ഒരു മതഭക്തൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു സഭാഭക്തൻ എന്നുള്ള നിലയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പ്രയാസമൊന്നുമില്ല. എന്നാൽ ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ നമുക്ക് അങ്ങനെ മുമ്പോട്ട് പോകാനായിട്ട് കഴിയില്ല, നമ്മുടെ ശക്തിയിൽ മുമ്പോട്ട് പോകാനായിട്ട് കഴിയില്ല. അപ്പോൾ കർത്താവിലാണ് നമ്മുടെ എല്ലാ ശക്തിയും, നമ്മുടെ ഊർജ്ജമെല്ലാം വരുന്നത് കർത്താവിൽ നിന്നാണ്, നമ്മുടെ ആലോചനകൾ വരുന്നത് കർത്താവിൽ നിന്നാണ്. നാം കർത്താവിൽ വസിച്ചുകൊണ്ട് കർത്താവ് നടന്നതുപോലെ നടക്കുകയും കർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നാം ജീവിക്കുകയും ചെയ്യുന്നവരാണ്. അതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പിന്നെ വീണ്ടും 2-3 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ അവിടെ ഫിലിപ്പിയ സഭയിലുള്ളതായ 2 സഹോദരിമാരെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവിൽ ഏകചിന്തയോടെ ഇരിപ്പാൻ ഞാൻ യുവോദ്യയെയും സുന്തുകയെയും പ്രബോധിപ്പിക്കുന്നു. യുവോദ്യ, സുന്തുക, ഇത് രണ്ടുപേരും ഫിലിപ്പിയ സഭയിൽ ഉള്ള 2 സഹോദരിമാരാണ്. അവര് സുവിശേഷത്തിന്റെ പോരാട്ടത്തിൽ പൗലോസ് അപ്പോസ്തലനോട് കൂടി പോരാടിയിരുന്ന, ഒരു പക്ഷേ സഭയിലെ വളരെ പ്രായം കൊണ്ടും അതുപോലെ തന്നെ ശുശ്രൂഷ കൊണ്ടും മുൻപന്തിയിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള സഹോദരിമാരായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു പക്ഷേ അവര് സഭയിലെ ഡീക്കന്മാർ അതല്ലെങ്കിൽ ശുശ്രൂഷക്കാരത്തികളും ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ അവരെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ ഫിലിപ്പിയിലെ സഭയിൽ എത്ര വിശ്വാസികളുണ്ട് എന്ന് നമുക്കറിയില്ല. അങ്ങനത്തെ ഒരു സഭയിലെയും അംഗസംഖ്യയെക്കുറിച്ച് ബൈബിളിൽ ഒരു സൂചനയും നൽകിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സഭയിൽ അങ്ങനെ അംഗസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഒരു സഭയെയും വിലയിരുത്തുവാൻ ദൈവം ആഗ്രഹിക്കാത്തത് കൊണ്ടായിരിക്കണം അങ്ങനെ ഒരു കാര്യം നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കാതെ. ഇവിടെ ഇത് വായിച്ചപ്പോൾ നമുക്ക് പ്രാഥമികമായിട്ടൊരു പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഫിലിപ്പിയിലെ സഭയിൽ പൗലോസ് അപ്പോസ്തലന്റെ കാലത്തും ഏകചിന്തയില്ലാതെ, അതായത് തമ്മിൽ പ്രശ്നവുമായിട്ട് ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ പ്രിയമുള്ളവരെ, അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം നമുക്ക് മറ്റൊരു രീതിയിൽ ഇതേ വാക്യത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഫിലിപ്പിയ സഭയിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു 100 പേര് ഉണ്ട് എന്ന് ചിന്തിക്കുക. അറിയില്ല, 50 ആകാം, 100 ആകാം, 25 ആകാം, നമുക്ക് അതിനെക്കുറിച്ചൊരു ചിന്തയില്ല. എങ്കിലും നമ്മുടെ ചിന്തയ്ക്ക് ഒരു 100 പേരുണ്ട് എന്ന് ചിന്തിക്കുക. എന്നാൽ അവിടെ ആകെപ്പാടെ 2 സഹോദരിമാർ തമ്മിൽ മാത്രമേ ഒരു ഏക ചിന്തയില്ലാതെ ഇരിക്കുന്നു എന്ന് പറയാനായിട്ട് കഴിയുള്ളൂ.
ഏകചിന്തയില്ല എന്ന് പറയുന്നത് കൊണ്ട് അവിടെ എന്തെങ്കിലും വഴക്കുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. അവർ തമ്മിൽ ഒരു അഭിപ്രായ ഐക്യം ഇല്ല. വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാട് ഈ രണ്ട് ആളുകൾക്കും ആ സഭയിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർ തമ്മിൽ വഴക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയില്ല. എന്നാൽ അവിടെ വ്യത്യസ്തമായിട്ടുള്ള ചിന്തയാണ് അവരെ ഭരിച്ചിരുന്നത്. അപ്പോൾ ഒരു സഭയിൽ 10, 50, 100 അംഗങ്ങളുള്ളിടത്ത് രണ്ട് സഹോദരിമാർ തമ്മിൽ ഒരു രീതിയിൽ ചിന്തിച്ചിട്ടില്ല എന്നുള്ള ഒരു കുഴപ്പം മാത്രമേ അവിടെയുള്ളൂ. അതുപോലും ഇവിടെ പൗലോസ് അപ്പോസ്തലൻ അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ അവരെയും ഏകചിന്തയോടെ ഇരിക്കാനായിട്ട് പൗലോസ് അപ്പോസ്തലൻ പ്രബോധിപ്പിക്കുകയാണ്. ഇതിനു മുമ്പും നാം ഇതേ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം പഠിച്ചപ്പോൾ നമ്മൾ പഠിക്കുകയുണ്ടായി. ഏകചിന്ത എന്ന് പറയുന്നത് സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഏകചിന്ത, ഏകഭാവം, ഐക്യം, ഏക അഭിപ്രായം, ഏക മനസ്സ്, ഇതെല്ലാം ബൈബിളിൽ ഉടനീളം സഭാംഗങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് നാം പലവട്ടം അതിനെക്കുറിച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയും രണ്ടാളുകൾ, ഒരു സഭയിൽ 10, 100 അംഗങ്ങൾ ഉണ്ടെങ്കിൽ അവരിൽ രണ്ടാളുകൾ തമ്മിൽ ഒരു അഭിപ്രായം ഐക്യമില്ലാതിരിക്കുവാനായിട്ട് സമ്മതിക്കുന്നില്ല എന്നുള്ളത് ഏറെ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് സഭകൾ എന്ന് പറയുന്നതായിട്ടുള്ള കൂട്ടങ്ങളിലൊക്കെ 100 പേരുണ്ടെങ്കിൽ 200 അഭിപ്രായം എന്ന് പറയുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ദൈവവചന പ്രകാരം അങ്ങനെയുള്ള കൂട്ടങ്ങളെ സഭകൾ എന്ന് വിളിക്കാൻ യാതൊരു വക യോഗ്യതയുമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാണ് എന്നും എല്ലാവരും അവയവങ്ങളാണ് എന്നും ഒക്കെ നമ്മൾ ധാരാളം പ്രാവശ്യം കേൾക്കുകയും ഒരുപക്ഷെ നമുക്കതൊക്കെ കേട്ട് ഒരു മടുപ്പായി തീർന്നോ എന്നുള്ളത് എനിക്കറിയില്ല. എന്നാൽ അങ്ങനെ നാം പഠിക്കുമ്പോൾ ഏകചിന്തയോടുകൂടി ഇരിക്കാനല്ലാതെ വ്യത്യസ്തമായിട്ടുള്ള ചിന്തയോടുകൂടി ഇരിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ഏകചിന്തയോടെ ഇരിക്കാൻ കഴിയുമോ, അതൊക്കെ സാധ്യമാണോ എന്ന് ചോദിച്ചാൽ അതിന് പ്രയാസമുണ്ട്. എന്നാൽ അത് സാധ്യമല്ല എന്ന് പറയാനായിട്ട് കഴിയില്ല. ഇതിൻ്റെ 2-ാം അധ്യായം നാം പഠിച്ചപ്പോൾ ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തു. മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണണം എന്നുള്ള കാര്യവും നാം അവിടെ പഠിച്ചു. എല്ലാവർക്കും അവിടെ ഏകചിന്ത എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വരും എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ക്രിസ്തുവിൻ്റെ മനോഭാവം ഇല്ലാത്ത ആളുകൾക്ക് അങ്ങനെ ഏകചിന്ത വരിക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഏകചിന്തയും ഐക്യവും ഏകഭാവവും ഏകാഭിപ്രായവും ഏകത്വമൊക്കെ നമുക്ക് വരണമെങ്കിൽ നമ്മളെല്ലാവരും ഒരാൾക്ക് മറ്റൊരാളുടെ മനോഭാവം ഉണ്ടാകുക എന്നുള്ളതല്ല, ഒരാൾ വേറൊരാൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുക എന്നുള്ളതല്ല, എല്ലാവരും ക്രിസ്തുവിൻ്റെ മനോഭാവമുള്ളവരായി തീരുക എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് ഏകചിന്തയും ഏകാഭിപ്രായവും ഒക്കെ മനുഷ്യരുടെ മനോഭാവം അല്ലെങ്കിൽ മനുഷ്യരുടെ ചിന്തയോട് ഐക്യപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒരു മനോഭാവം ഉളവാക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. ആളുകളെ തങ്ങളോട് ചേർത്ത് അല്ലെങ്കിൽ തനിക്ക് ശിഷ്യന്മാരാക്കുന്ന, അല്ലെങ്കിൽ തനിക്ക് ഓരോരുത്തരും പലരും തങ്ങൾക്ക് അണികളെ ഉളവാക്കുന്നതായ പരിപാടിയാണ് ഇന്ന് ക്രിസ്തീയ ലോകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ അത് ദൈവവചന പ്രകാരം വളരെ ഗൗരവമായിട്ടുള്ള ഒരു തെറ്റാണ്. തങ്ങൾക്ക് അണികളെ ഉളവാക്കുകയല്ല, ക്രിസ്തുവിന് ശിഷ്യന്മാരെ ഉളവാക്കുക എന്നുള്ളതാണ് സഭയെ കൊണ്ടും അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനം കൊണ്ടും ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പലവട്ടം നാം ചിന്തിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഏകചിന്തയോടെ ഇരിക്കാനായിട്ട് ഏതെങ്കിലും ഒരാളുടെ ചിന്തയോട് എല്ലാവരും യോജിക്കുക എന്നുള്ളതല്ല, മറിച്ച് ക്രിസ്തുവിലുള്ള ഭാവം എല്ലാവരിലും ഉളവാകുമ്പോൾ അത് ഏകചിന്തയായിട്ട് തീരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഏകചിന്തയുള്ളവരായിട്ട് നാം തീരേണ്ടത്. അപ്പോൾ അത് ദൈവവചനത്തിൽ നിന്നും ദൈവാത്മാവിനാൽ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ആലോചനകളോട് എല്ലാവരും വിധേയപ്പെടുമ്പോൾ അത് ഒരു ഐക്യമുള്ള ഒരു സഭയായിട്ട് തീരും. ശരി, സാക്ഷാൽ ഇണയാളിയായുള്ളവേ അവർക്ക് തുണ നിൽക്കണമെന്ന് ഞാൻ നിന്നോടും അപേക്ഷിക്കുന്നു. ഇവിടെ ഈ ഫിലിപ്പിയ സഭയിൽ ഈ കത്ത് എത്തുമ്പോൾ ഈ ഇണയാളിയായുള്ളവേ എന്ന് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആൾക്ക് അത് മനസ്സിലാകും, ആ സഭയ്ക്കും അത് മനസ്സിലാകും. അവരുടെ പേര് ഇവിടെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഒരു കാര്യമാണ്. ഒരുപക്ഷെ അവിടുത്തെ
ഒരു മൂപ്പനാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ എപ്പഫ്രാദിത്താസ് ആണോ അതോ പൗലോസിനോട് കൂടെയുള്ള ലൂക്കോസ് ആയിരുന്നുവോ എന്ന് നമുക്കറിയില്ല. ലൂക്കോസ് ആകാം, എപ്പഫ്രാദിത്തോസ് ആകാം. അതല്ല എങ്കിൽ ഒരുപക്ഷെ അവിടെയുള്ള സഭയിലെ ഏതെങ്കിലും മൂപ്പന്മാരാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവരോട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, അവർക്ക് തുണ നിൽക്കണമെന്ന് ഞാൻ നിന്നോടും അപേക്ഷിക്കുന്നു. അതായത് ഈ തുണ നിൽക്കുക എന്ന് ഇവിടെ പറയുന്നത് കൊണ്ട് അവരെ ഏകചിന്തയിലേക്ക് നയിക്കുവാൻ നീ സഹായിക്കണം. ഇതാണ് അവിടെ തൻ്റെ ഇണയാളിയായുള്ള ആ സഭയിലുള്ളതായ വിശ്വാസിയോട് പൗലോസ് അപ്പോസ്തലൻ ആവശ്യപ്പെടുന്നത്. അതായത് ഒരു സഭയിൽ രണ്ടു പേർ തമ്മിൽ പോലും ഒരു ചിന്തയില്ലാതെ ഇരിക്കാനായിട്ട് ദൈവവചനം ഏകചിന്തിക്കുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ അതിന് വളരെ പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അവർക്ക് തുണ നിൽക്കണം എന്ന് ഞാൻ നിന്നോടും അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലെമന്ത് മുതലായ എൻ്റെ കൂട്ടുവേലക്കാരുമായ ആ സ്ത്രീകൾ എന്നോട് കൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കും. ഇപ്പോൾ ഭിന്നതയുണ്ടാക്കുന്നവർ എന്നുള്ള നിലയിൽ അവരെ തള്ളിക്കളയുവാനോ അത് രീതിയിൽ അവരെക്കുറിച്ച് മോശമായിട്ടുള്ള ഒരു അഭിപ്രായം പറയുവാനോ ഒന്നുമല്ല പൗലോസ് അപ്പോസ്തലൻ ശ്രമിക്കുന്നത്. മറിച്ച് ആ സ്ത്രീകളുടെ ശരിയായിട്ടുള്ള അവരുടെ സമർപ്പണവും അവരുടെ പോരാട്ടവും ഒക്കെ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ എടുത്തു പറഞ്ഞ് ഈ ഇണയാളിയായുള്ള ആൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ, അല്ലെങ്കിൽ പ്രശ്നങ്ങളില്ലെങ്കിൽ പോലും അവർ ഏകചിന്തയിലേക്ക് വരുവാനായിട്ട് അവരെ സഹായിക്കണം എന്നാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, സഭ എത്രയോ ശ്രേഷ്ഠമായ ഒരു ദൈവിക പരിപാടിയാണ്. സഭ ഒരത്ഭുതമാണ്. സഭ ഒരു മഹാത്ഭുതമാണ്. സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. സഭ ഒരു ശരീരമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവവചനത്തിന്റെ ഈ ധ്യാനം ഒരു ദൈവം ഒരു സഭയിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത്, എങ്ങനെയാണോ ഒരു സഭയെ ദൈവം കാണുന്നത്, അതേ നിലയിലേക്ക് നാം ഉയരുന്നതിന് വരുന്ന ദിവസങ്ങളിൽ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.